ക്രിസ്മസ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർത്തിയ സംഭവത്തിൽ എയ്ഡഡ് സ്കൂളിലെ പ്യൂൺ അറസ്റ്റിൽ. ഷഹബാസ് കൊലക്കേസിൽ മെറ്റയോട് വിവരങ്ങൾ തേടി പോലീസ്. നമസ്കാരം. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട 10 വാർത്തകളുമായി ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം. ക്രിസ്മസ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർത്തിയ സംഭവത്തിൽ എയ്ഡഡ് സ്കൂളിലെ പ്യൂൺ അറസ്റ്റിൽ. ക്രൈംബ്രാഞ്ചാണ് മലപ്പുറം സ്വദേശി അബ്ദുൾ നാസറിനെ അറസ്റ്റ് ചെയ്തത്. അബ്ദുൾ നാസർ ചോദ്യപേപ്പർ ചോർത്തി MS സൊല്യൂഷൻസിലെ അധ്യാപകനായ ഫഹദിന് നൽകുകയായിരുന്നു. ഷഹബാസ് കൊലക്കേസിൽ മെറ്റയോട് വിവരങ്ങൾ തേടി പോലീസ്. സംഘർഷം ആസൂത്രണം ചെയ്ത ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പുകളെ കുറിച്ച് അറിയാനാണ് പോലീസ് മെറ്റയോട് വിവരങ്ങൾ ആവശ്യപ്പെട്ടത്. ഓഡിയോ സന്ദേശങ്ങളുടെ ഉറവിടം, അക്കൗണ്ടുകൾ വ്യാജമാണോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് പോലീസ് മെയിൽ അയച്ചത്. നവകേരളം ക്യാമ്പയിനിന്റെ ഭാഗമായി ജില്ലയിൽ എൻഫോഴ്സ്മെന്റ് പ്രവർത്തനങ്ങൾ ശക്തമാക്കി. ഇതിന്റെ ഭാഗമായി ജില്ലയിലെ 78 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും പരിധിയിൽ ഒരേ സമയം നടത്തിയ മിന്നൽ പരിശോധനയിൽ 180 നിയമലംഘനങ്ങൾ കണ്ടെത്തി. 155 സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകുകയും 4.13 ലക്ഷം രൂപ പിഴ ചുമത്തുകയും ചെയ്തു. വയലൻസ് വിഷയത്തിൽ സെൻസർ ബോർഡാണ് തീരുമാനമെടുക്കേണ്ടതെന്ന് ഫിലിം ചേംബർ. സിനിമയിലെ വയലൻസ് സമൂഹത്തെ സ്വാധീനിക്കുമെന്നതിൽ സംശയമില്ലെന്നും ഫിലിം ചേംബർ പ്രസിഡന്റ് BR ജേക്കബ് പറഞ്ഞു. കരിക്കോട്ടയ്ക്കരികിലെ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനയെ മയക്കുവെടി വെച്ച് പിടികൂടി. വെറ്റിനറി ഡോക്ടർ അജീഷ് മോഹൻദാസിന്റെ നേതൃത്വത്തിലാണ് മയക്കുവെടി വെച്ചത്. പിടികൂടിയ ആനയുടെ കാലിൽ വടം കെട്ടി മുറിവിൽ മരുന്ന് വെച്ചു. താടിയെല്ലിന് ഗുരുതരമായി പരിക്കേറ്റ നിലയിലാണ് കുട്ടിയാനയുടെ അവസ്ഥ. മാനസിക വെല്ലുവിളി നേരിടുന്ന അച്ഛനെ മക്കൾ അടിച്ചുകൊന്നു. അട്ടപ്പാടിയിലാണ് ഞെട്ടിക്കുന്ന സംഭവം. പാക്കുളം മൊസത്തിയൂരിലെ ഈശ്വരനാണ് മരിച്ചത്. സംഭവത്തിൽ മക്കളായ രാജേഷ്, രഞ്ജിത്ത് എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇരുവരും ചേർന്ന വടികൊണ്ട് അടിച്ചു കൊല്ലുകയായിരുന്നു. കോൺഗ്രസിന്റെ രഹസ്യ സർവേയിലും സംസ്ഥാനത്ത് 3ാം LDF സർക്കാർ വരുമെന്നാണ് കണ്ടെത്തിയതെന്ന് സംസ്ഥാന ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാൽ. വികസനത്തിന് സർക്കാരുകളുടെ തുടർച്ച പ്രധാനമാണ്. 1ാം LDF സർക്കാരിന്റെ തുടർച്ചയായി ഈ സർക്കാർ വന്നതുകൊണ്ടാണ് ഇത്രയധികം വികസനമുണ്ടായതെന്നും മന്ത്രി പറഞ്ഞു. വിദേശ രാജ്യങ്ങളിലെ വിസ തരപ്പെടുത്താമെന്ന് പറഞ്ഞ നിരവധി ആളുകളെ കബളിപ്പിച്ച കേസിൽ ദമ്പതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. കലഞ്ഞൂർ സ്വദേശി വിനീഷ്, ഭാര്യ ലീനു എന്നിവരാണ് പിടിയിലായത്. തുടക്കത്തിൽ ഇവർ അഞ്ചലിൽ നടത്തിയ സ്വകാര്യ സ്ഥാപനത്തിന്റെ മറവിലായിരുന്നു തട്ടിപ്പ്. ഗാസയിൽ നിന്ന് ഹമാസ് പൂർണ്ണമായും ഒഴിഞ്ഞു പോകണമെന്ന ഇസ്രായേൽ വിദേശകാര്യമന്ത്രി കാറ്റ്സ്, മുനമ്പിനെ പൂർണ്ണമായും സൈനിക മുക്തമാക്കാതെ 2ാം ഘട്ട വെടിനിർത്തലിന് ഇസ്രായേൽ തയ്യാറാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. സ്ഫോടക വസ്തുക്കൾ നിറച്ച വാഹനങ്ങൾ പാകിസ്ഥാൻ സൈനിക ക്യാമ്പിലേക്ക് ഇടിച്ചുകയറ്റിയുണ്ടായ ആക്രമണത്തിൽ 15 പേർ കൊല്ലപ്പെട്ടു. 30 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. വടക്കു പടിഞ്ഞാറൻ പാകിസ്ഥാനിലെ സൈനിക കേന്ദ്രത്തിലാണ് ആക്രമണം ഉണ്ടായത്. കൊല്ലപ്പെട്ടവരിൽ 6 പേർ ഭീകരരാണെന്ന് സൈന്യം അറിയിച്ചു. ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ്, YouTube ചാനലുകൾ സന്ദർശിക്കുക.